ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രണയത്തെക്കുറിച്ചാണ്. ഈ കാലഘട്ടം സിറ്റുവേഷൻഷിപ്പുകളുടെ ഒരു കാലഘട്ടമാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ ഇടങ്ങളിൽ ഓരോ പ്രണയം. വർക്ക് പ്ലേസിൽ ഒരു പ്രണയം, ഫിറ്റ്നസ് സെൻ്ററിൽ മറ്റൊരു പ്രണയം, നമ്മൾ അമ്പലങ്ങളിലോ പള്ളികളിലോ പോകുമ്പോൾ അവിടെ മറ്റൊരു പ്രണയം, യാത്രയിൽ നമുക്കെതിരെ ഇരിക്കുന്ന ആളോടൊരു ക്രഷ്, അതും ഒരു പ്രണയം. അവർ ആ യാത്ര അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ ആ പ്രണയവും അവിടെ തീരും. അതാണ് സിറ്റുവേഷൻഷിപ്പ്. പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ സിറ്റുവേഷൻഷിപ്പിൽ തന്നെ ഒത്തിരി വേരിയേഷൻസ് ഉണ്ട്. കോസ്റ്റിങ്, കുഷനിങ്, ബെഞ്ചിങ്, അങ്ങനെ കുറേ വ്യത്യസ്തമായിട്ടുള്ള കുറേ പാറ്റേണുകൾ ഇതിനകത്തുണ്ട്. ഗോസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? രണ്ടുപേര് തമ്മിൽ പ്രണയിക്കുമ്പോൾ ഒരാൾ പൊടുന്നനെ ആ കമ്മ്യൂണിക്കേഷനൊക്കെ അവസാനിപ്പിച്ചിട്ട് വിട്ടിട്ട് പോകും. അതാണ് ഗോസ്റ്റിംഗ്. ബെഞ്ചിങ്, 3-4 ഓപ്ഷൻസ് കാണും ഒരാൾക്ക്, 3-4 പേര്. അവർക്ക് തവിടും പിണ്ണാക്കൊക്കെ ഇട്ടുകൊടുത്ത് അവിടെ ഇരുത്തും. ഏറ്റവും നല്ലതൊക്കെ തിരഞ്ഞെടുക്കാനാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് കുഷനിങ്. ഒരു പ്രണയം തകരുമ്പോൾ അടുത്തതിലേക്ക് പെട്ടെന്നൊന്ന് ചാടുക. അപ്പോൾ ആ ട്രോമയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സൂത്രമാണ്. അതാണ് കുഷനിങ്. അങ്ങനെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങൾ ഇന്നത്തെ ഈ സിറ്റുവേഷൻഷിപ്പുകൾക്കിടയിലുണ്ട്. ഞാനിത് പറയുമ്പോൾ പെൺകുട്ടികൾ എന്നോട് ദേഷ്യപ്പെടരുത്. കാരണം ഞാനിത് രണ്ടുപേരെയും കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്യുന്ന ഏർപ്പാടുകളാണ്. എന്നാൽ ഇതൊന്നുമല്ലാതെ കമ്മിറ്റ്മെൻറ്റോടുകൂടിയ ശക്തമായ പ്രണയങ്ങളുണ്ട്. ആത്മാവിനെ തൊട്ടുണർത്തുന്ന പ്രണയങ്ങളുണ്ട്. ഒരാൾ നിങ്ങളുടെ ഉള്ളിൽ അതീവ ശക്തമായി നിലകൊള്ളുന്നു. ഊണിലും ഉറക്കത്തിലും നിങ്ങളെ അയാൾ പിന്തുടർന്നു വരുന്നു. അയാളുടെ ഓർമ്മകൾ, അയാളുടെ മെമ്മറീസ് എല്ലാം, അയാളുടെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇയാളെ ഞാൻ എവിടെയോ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ. ശരിയാണത്. അയാളെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ DNA-യിൽ അയാളുടെ ഓർമ്മകളുണ്ട്. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. കാരണം ഞാൻ ഈ നോവൽ പറയുന്നത്, താജ്മഹൽ എന്ന ഈ നോവൽ പറയുന്നത് അത്തരമൊരു കഥയാണ്. അസ്ഥിരമായിട്ടുള്ള സിറ്റുവേഷൻഷിപ്പുകളിൽ നിന്നും പൊടുന്നനെ പുറകിലേക്കൊരു ടൈം ട്രാവൽ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബാനു, ഹരി ദമ്പതികളുടെ ആ പ്രണയത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് പുതിയ നൂറ്റാണ്ടിൽ ഷഹനാസിലൂടെയും ഹരിയിലൂടെയും പുനർനിർമ്മിക്കപ്പെടുന്ന പ്രണയം. ആ ബന്ധത്തിൻ്റെ കഥയാണ് ഞാൻ ഈ താജ്മഹൽ എന്ന നോവലിൽ പറയുന്നത്. ഇത് ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഒരു റൊമാൻറ്റിക് സൈക്കോളജിക്കൽ ത്രില്ലർ. പ്രണയത്തിൻ്റെ വിവിധ ഘടകങ്ങളെ കോർത്തിണക്കി സൈക്കോളജിക്കലായിട്ട് അപഗ്രഥനം ചെയ്തുകൊണ്ട് നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒരു കഥയാണ് താജ്മഹൽ. താജ്മഹൽ ഇതൊരു സാധാരണ പൈങ്കിളി കഥയല്ല. ഇതൊരു റൊമാൻറ്റിക് സൈക്കോളജിക്കൽ ത്രില്ലറാണ്. ഈ പുസ്തകം ആമസോണിൽ കിട്ടും, നൈനാബുസിൻ്റെ ഓൺലൈൻ സ്റ്റോർ കിട്ടും, മറ്റ് പുസ്തകശാലകൾ എല്ലായിടത്തും കിട്ടും. തീർച്ചയായിട്ടും വായിക്കുക, അഭിപ്രായം പറയുക.